എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ഏത് ആരാധനാലയമാണ് നിങ്ങൾക്കറിയേണ്ടത്? എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതാ, ഇവൻ്റെ പുറത്ത് കയറിക്കൊള്ളൂ. ഇനി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൂട്ട് മാപ്പും ഫീൽഡ് ഗൈഡുമൊക്കെ മടക്കി വെച്ചോളൂ. അതെ, അതിൻ്റെ ആവശ്യമില്ല. ഗോപാലൻ നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളും. എവിടെ പോകണമെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. അതാണ് ഗോപാലൻ. കാഞ്ഞിരമറ്റത്തെ ഉറൂസിനും കോതമംഗലത്തെ ചെറിയ പള്ളിയിലും തട്ടേക്കാട് മഹാദേവ ക്ഷേത്രത്തിലുമെല്ലാം മുടങ്ങാതെ എത്തുന്ന ഒരാൾക്കല്ലാതെ പിന്നെ ആർക്കാണ് നിങ്ങളെ സഹായിക്കാനാവുക? മുടങ്ങാതെ ചെല്ലുന്നു എന്ന് മാത്രമല്ല, അവിടെ എങ്ങനെയാണ് ചടങ്ങുകൾ നിർവഹിക്കേണ്ടതെന്നും ഏതു വഴിയാണ് ഓരോ ചടങ്ങിനും ചലിക്കേണ്ടതെന്ന് പോലും ഇവന് നല്ല നിശ്ചയമാണ്. പരികർമ്മികൾക്കോ സംഘാടകർക്കോ തെറ്റിയാൽ പോലും ഗോപാലന് അത്തരം ആചാരങ്ങളും വഴക്കങ്ങളും ഒന്നും തെറ്റാറില്ല. അത്ര കണിശമാണ് ഇവൻ കാര്യങ്ങൾ. എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാ ദൈവങ്ങളും പരസ്പരം സ്നേഹിക്കുവാനാണ് പഠിപ്പിക്കുന്നതെന്നും ഗോപാലൻ പറഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാം. അത് ഒരു ഉദരപൂരണത്തിനായി നടക്കുന്ന വ്യാജന്റെ പ്രസ്താവനയല്ല. അറിഞ്ഞും അനുഭവിച്ചും ഉറച്ചതാണ് ആ അറിവ്. ഈ തലയെടുപ്പിലും ഈ നടത്തയിലുമെല്ലാം ആ അറിവ് നിറഞ്ഞ വിനയവും വിവേകവുമുണ്ട്. അതാണ് ഇവനെ ഉത്സവ പറമ്പുകളിൽ ജനപ്രിയനാക്കുന്നത്. നല്ല തലക്കുന്നി, വിശാലമായ മസ്തകം, ഏത് ഭഗവാന്റെ തിടമ്പും വഹിക്കുവാൻ കഴിയുന്ന ഇരിക്കസ്ഥാനം. തോട്ടത്തിൽ കുളം ഗോപാലൻ്റെ വലിയ സവിശേഷതകളാണ് ഇവയെല്ലാം. ഒരു ഉത്സവപ്പറമ്പിലും ഗോപാലനോട് തല ഉയർത്തി നിൽക്കുവാൻ പാപ്പാന്മാർക്ക് പറയേണ്ടി വരാറില്ല. അന്തസ്സുള്ള ചെറുപ്പക്കാരനായി അവൻ അങ്ങനെ നിൽക്കും, തലയെടുപ്പോടെ. ആ നിൽപ്പ് ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും ആക്ഷൻ ഹീറോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജയന്റെ അസൂയപ്പെടുത്തുന്ന സൗന്ദര്യമാണ് അപ്പോൾ തോട്ടത്തിൽ കുളം ഗോപാലൻ. മറ്റുള്ള ആനകൾ തെല്ലൊരു അസൂയയോടെ ഈ കൊമ്പനെ നോക്കി നിന്നുപോകും. മനസ്സിൽ ഭക്തിയുടെ വിശുദ്ധമായ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗജവീരന്മാരിൽ ഇത്തരം ഭാവം വന്നു നിറയാറുള്ളൂ. ദൈവസമർപ്പണത്തിൻ്റെ അചഞ്ചലതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഉത്സവവേളകളിൽ ഗോപാലൻ ചിലപ്പോൾ മുതലാളിയായ മുഹമ്മദിനെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യില്ല. ഉത്സവപ്പറമ്പിലെ ആളും ആരവങ്ങളും ഒഴിയുമ്പോൾ അവൻ യജമാനന് മുന്നിൽ സ്നേഹവും മര്യാദയുമുള്ള കൊമ്പനായി നിൽക്കും. സ്നേഹത്തോടെ, ആദരവോടെ.